ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ഓസ്ട്രേലിയയിൽ 5 T20 മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. നമുക്ക് T20 മത്സരങ്ങൾ എന്ന് ഇന്ത്യയുടെ T20 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു താരം തന്നെയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പറായിട്ടുള്ള സഞ്ജു സാംസൺ സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തുമ്പോൾ ഇതിനു മുമ്പ് ഓസ്ട്രേലിയയിൽ സഞ്ജു പര്യടനം നടത്തിയിട്ടുണ്ട്. 2020 സഞ്ജു 3 T20 മത്സരങ്ങൾ ഓസ്ട്രേലിയയിൽ നടത്തിയിട്ടുണ്ട്. അന്നത്തെ സാഹചര്യം അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അന്ന് സഞ്ജു T20 ടീമിൽ എത്തിയിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ T20 അരങ്ങേറ്റം നടത്തിയിട്ട് 5 വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും അന്ന് സഞ്ജുവിന് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഓപ്പണിങ്ങിലേക്കൊക്കെ വന്ന് മികച്ച പെർഫോമൻസ് നടത്തി വീണ്ടും മധ്യനിരയിലേക്ക്, അന്ന് സഞ്ജു മധ്യനിരയിലാണ് കളിച്ചത്, 4ാമത്തെ നമ്പറിലാണ് കളിച്ചത്, വീണ്ടും സഞ്ജു മധ്യനിരയിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് സഞ്ജുവിൽ നിന്ന് ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ പറഞ്ഞ പോലെ സഞ്ജു ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. അത് പല റോളുകളൊക്കെ തിരിച്ചും മറിച്ചും കളിക്കേണ്ടി വരുന്നെങ്കിലും സഞ്ജു എന്നത് ഇന്ത്യൻ ടീമിന്റെ ഒരു ഭാഗമാണ്, T20 ടീമിന്റെ ഒരു ഭാഗമാണ്. അത് പറയുമ്പോൾ തന്നെ പറഞ്ഞാൽ ഏകദിന പരമ്പര കണ്ടു, ഇന്ത്യയുടെ പ്രകടനം കണ്ടു. അപ്പോൾ അതിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താൻ വിമർശനം ഉണ്ടായിരുന്നു. അപ്പം സെലക്ടേഴ്സ് പറഞ്ഞ റോള് കാര്യങ്ങൾ നമുക്കറിയാം, പൊസിഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടി കൂടി നമ്മൾ സഞ്ജുവിൽ നിന്ന് ഈ T20 പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സൈഫ് ചോദിച്ച പോലെ വരുവാണെങ്കിൽ സഞ്ജുവിൽ പ്രതീക്ഷിക്കുന്നത് ഒരു ക്യാമിയോ റോൾ തന്നെയാണ്, ഒരു സംശയമില്ല. ഇപ്പം സൂര്യകുമാർ യാദവ് പറഞ്ഞാണെങ്കിൽ ഒരു 30-35 ബോളിൽ 70 റൺസ് വരാം സഞ്ജുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അതായത് ക്രീസിൽ എത്തിയോടെ തന്നെ അടിച്ചു തുടങ്ങുക, സഞ്ജുവിൻ്റെ ശൈലി, സഞ്ജുവിൻ്റെ സ്വതന്ത്രമായ ശൈലിയിൽ കളിക്കുക. പറഞ്ഞാൽ ബോൾ നോക്കിയിട്ട് പിന്നെ അല്ലെങ്കിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞു അല്ലെങ്കിൽ നോക്കി കളിക്കായിരുന്നു. ഇത് T20 അങ്ങനത്തെ സാധനമേ ഇല്ല, സഞ്ജുവിന് ഒട്ടുമില്ല, സഞ്ജുവിന് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സൂര്യകുമാർ യാദവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, എത്തിയ ആദ്യ ബോളോട്ട് പരമാവധി സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വരുന്നത്. സഞ്ജുവിൻ്റെ ശൈലിയിൽ കളിക്കുക. സഞ്ജു അങ്ങനെ കളിച്ചിട്ടുണ്ട്, മികച്ച രീതിയിൽ കളിച്ച പിന്നെ ഈ പറഞ്ഞ തന്നെ 4ാം നമ്പറൊക്കെ ഓസ്ട്രേലിയയിൽ കളിച്ചിട്ടുണ്ട്. അപ്പം സഞ്ജു ഒരു വന്നു പോകുന്ന ഗസ്റ്റ് റോളായിരുന്നു. പക്ഷേ ഇന്ന് സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ T20 ടീമിൻ്റെ ഒരു ഘടകമാണ്. ആ റോളിൽ നിന്നുകൊണ്ട് ഒരു പുതിയ ഇന്ത്യൻ ടീമിൻ്റെ വിദേശ വെച്ചിലും നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നത് നമുക്കറിയാം, അതുപോലെ വിദേശ വെച്ചിലും സഞ്ജു ഒരു താരമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുണ്ട്. അത് തെളിയിക്കുന്ന ഉറപ്പാണ്, അതിനുള്ളൊരു അവസരം ലഭിക്കുകയാണ്. നിലവിലെ കണ്ടീഷനും നിലവിലെ ടീമിൻ്റെ കളിയും നമുക്കറിയാം, ഫോർമാറ്റിലെ കളി നമ്മൾ കണ്ടാണ്. T20 വരുമ്പോഴേക്ക് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയാം, 2 ഫോർമാറ്റ് ആണെങ്കിൽ കൂടി. പക്ഷേ പല ഘടകങ്ങളും സൈമായി നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അവിടെ സഞ്ജുവിന് തിളങ്ങാൻ പറ്റണം. തീർച്ചയായിട്ടും ഈ സഞ്ജുവിന്റെ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, സഞ്ജു 2020 അവിടെ എന്താണ് ചെയ്തതെന്ന്. നമുക്കറിയാം സഞ്ജുവിന്റെ ഒരു വലിയ ഇന്നിങ്സുകളൊന്നും അന്ന് സഞ്ജുവിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ദക്ഷിണാഫ്രിക്കയില് സഞ്ജു ഒരു തകർത്തടിക്കുന്നു. ഇപ്പൊ സേനാ രാജ്യങ്ങളിലെ നോക്കുകയാണെങ്കിൽ സഞ്ജു 3 മത്സരങ്ങളാണ് ഓസ്ട്രേലിയയിൽ കളിച്ചിട്ടുള്ളത്, ന്യൂസിലാൻഡിൽ 2 മത്സരമാണ് കളിച്ചിട്ടുള്ളത്. പക്ഷെ ഇംഗ്ലണ്ടിൽ കളിച്ചിട്ടില്ല, സൗത്ത് ആഫ്രിക്കയിലാണ് കളിച്ചിട്ടുള്ളത്. ഈ ന്യൂസിലാൻഡിനെയും ഓസ്ട്രേലിയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ കുറച്ചുകൂടി ചെറിയ മൈതാനങ്ങളാണ് എന്ന ഒരു കാര്യം സഞ്ജുവിന്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് പലരും പറയുന്നുണ്ട്. പക്ഷെ ഓസ്ട്രേലിയയില് 2020 സഞ്ജു 2 മത്സരങ്ങളിലും സഞ്ജു 6 അടിച്ചിരുന്നു. പക്ഷെ സഞ്ജുവിനെ പിഴച്ചത് ഒരേ ഒരു ലെഗ് സ്പിൻ ബോളർക്കെതിരെയാണ്, മിച്ചൽ സ്വെപ്സ് എന്ന് പറയുന്ന ബോളർക്കെതിരെയാണ് 2 തവണയും സഞ്ജു പുറത്തായത്. ഇത്തവണയും ഓസീസിനെ നോക്കുകയാണെങ്കിൽ ലെഗ് സ്പിന്നറായിട്ട് ആദം സാംബ ഉണ്ട്. ആദം സാംബയുടെ ആ ഒരു സമയത്ത് ആദം സാംബയുടെ ഇത് നോക്കുകയാണെങ്കിൽ T20 6 ഇന്നിങ്സുകൾ ആദം സാംബക്കെതിരെ കളിച്ച സഞ്ജു 2 തവണ സഞ്ജുവിന്റെ വിക്കറ്റ് ആദം സാംബ വീഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, സഞ്ജുവിന്റെ ആദ്യത്തില് ഒരു സാംബക്കെതിരെ ചെറിയ രീതിയിൽ സഞ്ജു പതറിയിരുന്നെങ്കിൽ പോലും പിന്നീട് ഇപ്പൊ IPL-ലൊക്കെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 32 പന്തുകളിൽ IPL-ല് സാംബക്കെതിരെ ഏകദേശം 50-ലധികം റണ്ണ് സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അന്നത്തെ ഒരു വെല്ലുവിളി ആയത് ഈ പറയുന്ന കൂറ്റനടിക്കുള്ള ശ്രമമായിരുന്നു. 2 തവണയും സഞ്ജുവിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് കൂറ്റനടിക്കുള്ള ശ്രമത്തിലൂടെയായിരുന്നു. ഒന്ന് ലോങ് ഓഫിലായിരുന്നു, ഒന്ന് ലോങ് ഓണിലായിരുന്നു. 2 തവണയും സ്മിത്ത് ആയിരുന്നു ക്യാച്ച് എടുത്തത് എന്നുള്ള ഒരു രസകരമായിട്ടൊരു സംഭവം കൂടി ഉണ്ട്. കോഹ്ലിക്കെതിരെ സഞ്ജു ചെറിയ കൂട്ടുകെട്ട് കോഹ്ലിക്കൊപ്പം കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KL രാഹുലിനൊപ്പം തരക്കടില്ലാത്തൊരു ഒരു 38 റണ്ണിന്റെ ഒരു പാർട്ണർഷിപ്പ് കളിച്ചിരുന്നു അന്ന്. അപ്പൊ ഈ 2 മത്സരങ്ങളിലും സഞ്ജു 6 അടിക്കാൻ നോക്കുന്നുണ്ട്. 2 നല്ല ഷോട്ടുകളായിരുന്നു. പക്ഷെ ലോങ് ഓഫിലേക്ക് നമുക്കറിയാം സ്ട്രൈറ്റ് ബൗണ്ടറി സ്വാഭാവികമായിട്ട് ഓസ്ട്രേലിയയിൽ കുറച്ച് വരിക. അപ്പൊ സ്പിന്നർക്കെതിരെയാണ് പിഴച്ചത്. അപ്പൊ അതേ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഇന്ന് ആദം സാംബയാണ് അതുപോലെ ഒരു ബോളറായിട്ട് അന്ന് ഉള്ളത്. പിന്നെ ബോളർമാരുടെ കാര്യം നോക്കുമ്പോൾ ഹെയ്സൽവുഡിനെതിരെ സഞ്ജു കുറച്ച് പതറുന്ന ഒരു ഇതുണ്ട്. വിക്കറ്റ് ഇതുവരെ ഹെയ്സൽവുഡിന് സഞ്ജുവിന്റെ വിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും
റണ്ണ് സ്കോർ ചെയ്യാൻ സഞ്ജുവിന് ഹേസൽവുഡിനെതിരെ സാധിച്ചിട്ടില്ല, വല്ലാതെ അധികം സാധിച്ചിട്ടില്ല. വളരെ കുറച്ച്, അതായത് സ്ട്രൈക്ക് റേറ്റ് ഒക്കെ 100-ലും താഴെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനിസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയയുടെ ഒരു എന്താ പറയാ ഒരു പാർട്ട് ടൈം ബോളർ അല്ലെങ്കിൽ ഒരു പ്രധാന ബോളർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അങ്ങനെ ഇതില്ല. പക്ഷെ അതെ അതെ, അതുപോലെ പുതിയ ബോളർമാർ ഇപ്പൊ എല്ലിസ് ഉണ്ട്, അതുപോലെ തന്നെ അബോട്ട് വരുന്നുണ്ട്. അപ്പൊ ഓസ്ട്രേലിയ എനിക്ക് തോന്നുന്നത് പല മത്സരങ്ങളിൽ ജോഷി ഹേസൽവുഡൊക്കെ ആദ്യത്തെ 2 T20 മത്സരത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നീട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അന്ന് സീൻ അബോട്ട് എന്ന് പറയുന്ന താരം ഒക്കെ കളിക്കുന്ന ഈ ടീമിൽ. ഇപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ വ്യത്യസ്തമാണ്. അത് ഏത് തരത്തിൽ വ്യത്യസ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സഞ്ജു ടീമിൽ സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തി. 5 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. അതെ അന്ന് സഞ്ജു ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ ടീമിലെ ഈ ഒരു അവിഭാജ്യ ഘടകമായിട്ടില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ക്യാമിയോകൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഏഷ്യ കപ്പിൽ ഒരു പെർഫോമൻസ്, ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇവിടെ മതിയാകില്ല. കാരണം കുറച്ചും കൂടി വേഗതയേറിയ ഇന്നിങ്സുകൾ സഞ്ജു കാഴ്ചവെക്കേണ്ടി വരും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അത് ഇപ്പൊ സഞ്ജുവിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പറഞ്ഞ സേന രാജ്യങ്ങളിൽ ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലൊക്കെ കളിച്ചത് സഞ്ജുവിന് വേഗതയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചാമ്പ്യൻസ് ഏഷ്യ കപ്പിൽ വരുന്ന സാഹചര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. സഞ്ജു പല റോളുകൾക്ക് സഞ്ജുവിനെ പരീക്ഷിക്കപ്പെടുമായിരുന്നു. ഈ നമ്മളീ പറയുമ്പോൾ സ്ഥിരം ടീമിൽ ഇപ്പോഴും സ്ഥിരം ഒരു താരമായി എന്ന് പറയുമ്പോഴും സഞ്ജു നിരന്തരം പരീക്ഷിക്കപ്പെടുകയാണ്. 8ാം നമ്പറിൽ വരെ കളിക്കാൻ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ സഞ്ജു ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ഓസ്ട്രേലിയൻ പര്യടനത്തിന് പോകുമ്പോഴും ഈ ടീമിൽ സഞ്ജു കളിക്കുന്നു പറയുമ്പോഴും നമുക്ക് സഞ്ജുവിൻ്റെ റോളിനെ കുറിച്ച് വീണ്ടും ആശങ്കകളുണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല. കാരണം സഞ്ജുവിനെ ഏത് റോൾ നമ്പറിൽ കളിപ്പിക്കണമെന്നില്ല ഇപ്പോഴും കോച്ചിനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ തീരുമാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഏഷ്യ കപ്പിൽ ഉടനീളം അത് കണ്ടാണ് സഞ്ജുവിൻ്റെ കൃത്യമായ റോൾ. അതിൽ കുറച്ച് ടോപ്പ് നമ്പർ ഇറങ്ങി കിട്ടിയ സമയത്ത് ഒമാനെതിരെ മത്സരത്തിലാണ് സഞ്ജുവിന് അതൊന്ന് പിന്നെ അന്ന് പിടിച്ച് ടീമിനെ കരകയറ്റാൻ വേണ്ടി പറ്റിയത്. സഞ്ജുവിന് കൃത്യമായ അവസരം കൊടുത്ത് അല്ലെങ്കിൽ മത്സരത്തിന് മുമ്പ് തന്നെ സഞ്ജുവിന് ഒരു ധാരണ കൊടുക്കണം. നമ്മളെ T20 ടീം എപ്പോഴും പറയുന്നത് ഓപ്പണർമാർ ഒഴികെ മറ്റൊരു താരങ്ങൾക്കും സ്ഥിരം നമ്പറില്ല അല്ലെങ്കിൽ പൊസിഷൻ ഇല്ല എന്ന് പറയാറുണ്ട്. അത് വെച്ചാണ് ഇവർ കളിക്കുന്നത്. അതിൻ്റെ പ്രശ്നങ്ങൾ സഞ്ജുവിനുള്ള മറ്റുള്ള താരങ്ങൾക്കും വരാറുണ്ട്. പക്ഷേ ഒരു കൃത്യമായ ഒരു പൊസിഷൻ വെച്ച് കൊടുത്ത് നമ്പർ വെച്ച് കളിച്ചാൽ ഈ പറഞ്ഞ പോലെ അന്ന് 5 വർഷം മുന്നേ ആണെങ്കിൽ പിന്നെ ഒരു മത്സരത്തിൽ ഇപ്പം കരിയറിൻ്റെ പകുതി എന്ന് പറയാൻ വേണ്ടി പറ്റും, വർഷങ്ങൾ കണക്ക് നോക്കിയാലേ. പക്ഷേ സഞ്ജുവിൻ്റെ തുടക്കകാലത്ത് തന്നെ പറയാം, ആ സമയത്ത് സഞ്ജു കളിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസം 10 ഇരട്ടികൾ ഇപ്പം വർദ്ധിച്ചിട്ടുണ്ടാവും. അന്നത്തെ താരങ്ങളല്ല ഇന്നിപ്പം നമ്മൾ പറഞ്ഞ ബോളിംഗിൽ വരുന്നത്, നമ്മൾ ഈ സ്മിത്തിനുൾപ്പെടെ താരങ്ങൾ പറഞ്ഞ പോലെ തന്നെ വരുന്നത്. പക്ഷെ നമുക്ക് അതൊന്നും ഒരു ഘടകമല്ല. നമുക്ക് സഞ്ജുവിനുള്ള വിശ്വാസവും സഞ്ജുവിൻ്റെ കോൺഫിഡൻസും ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം സഞ്ജുവിനത് ടീമിന് വേണ്ടി സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ റോള് നമുക്കറിയാം. പണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അന്ന് KL രാഹുലും കോഹ്ലിയൊക്കെ ഉള്ള ടീമിലും സഞ്ജു ഒരു ജൂനിയർ താരം തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പം സൂര്യകുമാർ യാദവും നമ്മുടെ തിലകവർമ്മനൊക്കെ മുകളിൽ നിൽക്കുന്നത്. സൂര്യകുമാർ യാദവിനെയും ശുഭൻ ഗില്ലിനെയും പോലെ തന്നെ പറയേണ്ട ഒരു താരമായിട്ട് സഞ്ജു സാംസൺ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ താരമാണ്. അതിൻ്റെ കൊടുക്കാൻ വേണ്ടി താരത്തിന് പറ്റുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏതൊരു ടീമിലേക്ക് പരിഗണിക്കാതിരുന്ന സെലക്ടർക്കുള്ള മറുപടി കൂടിയായിട്ട് നമ്മൾ ഏതൊരു ടീമിൽ ഇപ്പം ആദ്യത്തെ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടാണ് ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെയും ഇതും ഒരു സ്ഥിരതയില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരുന്ന ടോപ്പ് ഓർഡറിലും മധ്യനിരയിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അവിടെ സഞ്ജുവിന് കളിക്കാൻ പറ്റുമായിരുന്നു എന്ന് സഞ്ജുവിന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വരുന്നത്. അടുത്ത ലോകകപ്പിലേക്ക് ഏതൊരു ടീമിലേക്കുള്ള വിളിക്ക് ഇതുപോലുള്ള പിച്ചുകൾ വിദേശ പിച്ചുകളും കൂടി സഞ്ജുവിന് മുട്ടി ഒന്ന് തെളിയിച്ചു കൊടുക്കാനുള്ളത് ഈ വ്യത്യസ്ത ഫോർമാറ്റാണ്, ശരിയാണ്. പക്ഷേ എങ്കിൽ കൂടി സഞ്ജുവിന് കഴിയും. സഞ്ജു നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് എഴുതി തള്ളാൻ പറ്റുന്ന താരമല്ലാതെ തെളിയിക്കേണ്ടതും കൂടി സഞ്ജുവിന് പറ്റും. തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ സഞ്ജുവിന്റെ കാര്യം പറയുമ്പോൾ പലരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് ഗില്ലിനെ മാറ്റൂ, സഞ്ജുവിന് അവസരം കൊടുക്കൂ, ഗില്ലിനെ 1 ഡൗൺ ആയിട്ട് കളിപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യൻ ടീമിൽ ഇപ്പോ സൂര്യകുമാർ യാദവ് ആണെങ്കിലും ഗൗതം ഗംഭീർ ആണെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്, മധ്യനിരയിലാണ് ഇനി സഞ്ജുവിന്റെ സ്ഥാനം എന്നുള്ളത്. സഞ്ജു ആ ഒരു മധ്യനിരയിൽ സഞ്ജു ടീമിന് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കണം. അത് എങ്ങനത്തെ പെർഫോമൻസ് ആണ് എന്ന് കൂടി സൂര്യകുമാർ യാദവ് പറഞ്ഞു കഴിഞ്ഞു. ആ രീതിയിൽ ടീമിന് ആവശ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ. പക്ഷെ ഇപ്പോ സഞ്ജുവിനെ സംബന്ധിച്ച് ഓസ്ട്രേലിയൻ പര്യടനത്തിലേക്കുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യ ഓവറുകളിൽ സ്വാഭാവികമായിട്ട് സ്പിന്നർമാരൊക്കെ വന്ന് ടീമിനെ ഒന്ന് വലിഞ്ഞു മുറുക്കുന്ന ഒരു സമയത്ത് ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു കണ്ടീഷനോട് കൂടി അഡാപ്റ്റഡ് ആയിട്ട് സഞ്ജു പെർഫോം ചെയ്യേണ്ടതുണ്ട്. അതിന് കഴിയുന്ന താരം തന്നെയാണ് സഞ്ജു. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ സഞ്ജുവിന്റെ 2 വിക്കറ്റുകൾ അന്ന് വീഴ്ത്തിയ സ്വപ്സനെതിരെ സഞ്ജു ആദ്യ മത്സരത്തിൽ 6 അടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടിന് അടിക്കുന്ന സമയത്ത് അത് കൃത്യമായ ഷോട്ടുകൾ സെലക്ട് ചെയ്ത് ഷോട്ട് സെലക്ഷനിൽ പാളിച്ചകൾ വരാതെ നല്ല രീതിയിൽ എവിടെയാണോ സഞ്ജുവിനെ തിളങ്ങാൻ പറ്റുന്നത്, എന്താണോ സഞ്ജുവിന്റെ ഏറ്റവും വലിയ കരുത്ത്, ആ കരുത്ത് എടുത്ത് അങ്ങനെ തന്നെ പെർഫോം ചെയ്യുക എന്നത് തന്നെയായിരിക്കും ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള സഞ്ജുവിന്റെ പ്രധാന വെല്ലുവിളി. പിന്നെ മാത്രമല്ല
ഏഷ്യ കപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ സാഹചര്യമാണ്. ഇന്ത്യനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ വലിയ വിമർശനങ്ങളൊന്നും വന്നിട്ടില്ല. പെർഫോമൻസ് നോക്കുകയാണെങ്കിലും എല്ലാ കളിയും ഇന്ത്യക്കാരുടെ വെല്ലുവിളി ഉണ്ടായിരുന്നില്ല. അതെ അതെ. ഇപ്പൊ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ടീമുകൾ വലിയ ഒരു രീതിയിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഇന്ത്യൻ ടീം സ്വാഭാവികമായിട്ട് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും ഇപ്പൊ ഇന്ത്യൻ ടീം നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സഞ്ജുവിനെതിരെയുള്ള വിമർശനങ്ങളും കുറയും. പക്ഷെ അങ്ങനെയല്ല ഓസ്ട്രേലിയൻ പര്യടനം എന്ന് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പിഴച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വിമർശനം, അതെ അതെ, ആ വിമർശനങ്ങൾ ഉയരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോ സഞ്ജുവിനെ പിന്തുണക്കുന്ന പലരും ചോദിക്കുന്നത്, നിങ്ങൾ ഓപ്പണിംഗ് റോളിൽ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു താരത്തെ നിങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നു, ആ മാറ്റിയിട്ട് വീണ്ടും താഴേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കുറച്ച് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഇപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, IPL ഉൾപ്പെടെ ഓപ്പണിംഗ് റോളിൽ ഇറങ്ങി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് സഞ്ജു. ഒരു താരത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചൊരു താരത്തെ മാറ്റുമ്പോൾ അത് വലിയ ചോദ്യങ്ങൾ ഉയർത്തും. പക്ഷെ ഇവിടെ സഞ്ജുവിന് ഈ പറയുന്ന പോലെ മധ്യനിരയിൽ വന്ന് സഞ്ജു അത് വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അതെ, ഏത് റോളും എടുക്കും എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു പെർഫോമൻസ് സഞ്ജു അവിടെ കാഴ്ചവെക്കേണ്ടതുണ്ട് ഓസ്ട്രേലിയയിൽ. ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ പേസ് ബോളർമാരൊക്കെ ആ രീതിയിൽ നല്ല നേരിടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. വലിയ ഗ്രൗണ്ടുകളാണ്, അതും കൂടി എടുത്ത് പറയേണ്ടതാണ്. അപ്പൊ ബൗണ്ടറി ഒക്കെ ആ രീതിയിൽ ദക്ഷിണാഫ്രിക്കനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലുതാണ്. അപ്പൊ സേന രാജ്യങ്ങളിൽ ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ഒരു വലിയ പരീക്ഷണം സഞ്ജു വീണ്ടും നേരിടാൻ പോകുന്നത്. എന്തായാലും സഞ്ജുവിന് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ടീമും ആ രീതിയിൽ മികച്ച പ്രകടനം തന്നെയാണ്. നഷ്ടപ്പെട്ട പരമ്പര തിരിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യക്ക് കഴിയട്ടെ. അതെ അതെ, അങ്ങനെ നമുക്ക് ഇന്ത്യൻ ടീമിന് അങ്ങനെ ആ ഒരു പരമ്പര കൂടി നേടാനാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.